ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീറ്റ് ഈഗിൾ ടെക്കിൻ്റെ ന്യൂ ഇയർ ആശംസകൾ. 2025 നല്ല ട്രേഡിംഗ് ദിവസങ്ങൾ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ 2025 ആദ്യത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആലോചിക്കും, എന്താണ് ഇത്ര ഡിലേ ആയിപ്പോയത്, 31 ഡിസംബറിന് ശേഷം ഇതുവരെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല. അതൊക്കെ പലരും എനിക്ക് മെസ്സേജ് ചോദിച്ചിട്ടുണ്ട്, സാറേ ലെവൽസ് ഒന്നും കിട്ടുന്നില്ല, ഒന്നും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചായിരുന്നു. ഞാൻ യൂഷ്വലി എല്ലാ വർഷവും ഒരു 25th തൊട്ട് Jan 5 ഒരു 5 to 10 ഡേയ്സ് ഞാനൊരു ലീവ് എടുക്കാറുണ്ട് ഫ്രം ദ മാർക്കറ്റ്. അതായത് നമുക്ക് എപ്പോഴും ഒരു ബ്രേക്ക് വേണം ഫ്രം എവരി ട്രേഡിംഗ് സിസ്റ്റം. നമുക്കൊരു ഹോളിഡേ മൂഡൊക്കെ ചെയ്യണം. കാരണം വെച്ചാൽ നമുക്കൊരു സിസ്റ്റം ബ്രേക്ക് എടുക്കണം, നമ്മുടെ മൈൻഡ് റിഫ്രഷ് ആകണം. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഞാൻ പ്രോപ്പ് ഡെസ്കിലും PMS ഡെസ്കിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ യൂഷ്വലി ഡിസംബറിലൊക്കെ ഹോളിഡേക്ക് പോകാറുണ്ട്. യൂഷ്വലി നമ്മുടെ ഡെസ്കിലൊക്കെ ഹോളിഡേയ്സ് കൊടുക്കുന്നത് ഡിസംബറിലൊക്കെയാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റമാണ് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്ത് വരുന്നത്. ഞാൻ December 25 തൊട്ട് ഐ എം ഓൺ ഹോളിഡേ ആയിരുന്നു. കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റിയായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഔട്ട് ഓഫ് ദ സിറ്റിയോ കൺട്രിയൊക്കെ പോയത് കൊണ്ടും പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ആവശ്യവും എൻ്റെ ഫാമിലി പരമായിട്ടും ഫ്രണ്ട്സ് പരമായിട്ടുള്ള കുറച്ച് ന്യൂ ഇയർ ബാഷൊക്കെ ആയതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഡിലേ. സോ എല്ലാവർക്കും അതിൽ എനിക്കൊരു ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ 2025 ആദ്യത്തെ വീഡിയോയിലേക്ക് കടക്കാം. സോ കഴിഞ്ഞ ആഴ്ച വളരെ സംഭവബഹുലമായ ഒരു വീക്കായിരുന്നു കടന്നു പോയെന്ന് തോന്നുന്നു. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിഫ്റ്റി കൃത്യമായിട്ട് പറയണമെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഓപ്പൺ ചെയ്ത് താഴേക്ക് വന്നതിന് ശേഷം അവിടെ നിന്ന് തിരിച്ച് കയറി ഏകദേശം ന്യൂട്രൽ എക്സ്ട്രീം അപ്പ് എന്ന രീതിയിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ന്യൂട്രൽ, അതായത് മൺഡേയുടെ ആ ഒരു ലോയ്ക്ക് ഹൈക്ക് ഇടയ്ക്ക് തന്നെ ആയിരുന്നു കൃത്യമായിട്ട് ബാങ്ക് നിഫ്റ്റിയും ക്ലോസ് ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ ഒരു നോർമൽ വീക്കായിരുന്നു ബാങ്ക് നിഫ്റ്റി കടന്നു പോയത്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പ് വീക്കായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ന്യൂട്രൽ എക്സ്ട്രീം അപ്പ് എന്ന് പറയുമ്പം രണ്ട് പാർട്ടി ആക്റ്റീവായ വീക്കായിരുന്നു. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പൊതുവെ പറയുകയാണെങ്കിൽ ഒരു നോർമൽ വീക്ക് ആയതുകൊണ്ട്, അതായത് വോളിയത്തിൻ്റെ ഒരു അഭാവം കുറവായിരുന്നു എന്നാൽ ഒരു ഇൻഡിസിസീവായിട്ട് പറയാൻ പറ്റുന്ന ഒരു മൊമെൻറ്റം കിട്ടാത്തൊരു വീക്കായിരുന്നു ബാങ്ക് നിഫ്റ്റിക്കും കടന്നു പോയത്. സോ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം നിഫ്റ്റി നോക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, നിഫ്റ്റിയിൽ നമുക്ക് കുറേ ലെവൽസ് വേണം. നിഫ്റ്റി നോക്കുന്ന സമയത്ത് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് കിടക്കാം. സോ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ വീക്കായിരുന്നു. ഞാൻ പറഞ്ഞു നോർമൽ വീക്കായിട്ട് കടന്നു പോയത്. കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിൻ്റെ ആ ഭാഗത്തൊക്കെ തന്നെയാണ് ഈ ആഴ്ചത്തെ വീക്കും വന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ ക്യാൻഡിലിനെ മൊത്തത്തിൽ വിഴുങ്ങിക്കൊണ്ടാണ് ഈ ആഴ്ചത്തെ ക്യാൻഡിൽ നിൽക്കുന്നത്. അപ്പോൾ ചുരുക്കി പറയുമ്പോൾ ഞാൻ ഈ 2 വീക്കിനെ ഞാനൊന്ന് മെർജ് ചെയ്തു. അപ്പോൾ മെർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ, കാരണം നമ്മളൊരു റേഞ്ചിനെ മെർജ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. കാരണം കഴിഞ്ഞ ആഴ്ചയിലും ഈ ആഴ്ചയിലും മാർക്കറ്റ് ഒരേ റേഞ്ചിലാണ് കടന്നു പോയത് കൊണ്ട് നമുക്കത് റേഞ്ച് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ നമുക്ക് ട്രേഡ് എടുക്കാം, അല്ലെങ്കിൽ ഇതിന് താഴെ സസ്റ്റെയിൻ ചെയ്താൽ നമുക്ക് ട്രേഡ് എടുക്കാതെ ഒരു വ്യക്തമായ ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടുന്ന സമയത്ത് നമുക്ക് അതനുസരിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച, അതായത് 15 ഡിസംബർ സെക്കൻഡ് വീക്കിൻ്റെ 15th ഡിസംബർ തുടങ്ങിയ ആ ഒരു വീക്കിലെ ഒരു ഗ്യാപ് ഡൗൺ ഒക്കെ സെല്ലിംഗ് ഒന്നും നമുക്കറിയാം, നല്ല സെല്ലിംഗ് വന്ന വീക്കായിരുന്നു. ആ വീക്കിൻ്റെ കുറച്ച് സിംഗിൾ പ്രിന്റും ഗ്യാപ്പ് അപ്പ് ഒക്കെ ബാങ്ക് നിഫ്റ്റി ഫില്ല് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് ഒക്കെ ബാങ്ക് നിഫ്റ്റി ഫില്ല് ചെയ്തിട്ടുണ്ട്. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇപ്പം നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന 51,559 നമ്മുടെ POC നിൽക്കുന്നത് 51,259 ഭാഗത്താണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റി ഇപ്പം ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ 2 ആഴ്ചത്തെ POC നിൽക്കുന്നത് 51,250. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ 52,100-നും 51,100-നും ഇടയ്ക്കുള്ള ഒരു റേഞ്ച് തന്നെ കിടക്കുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ 51,800-നും 51,100-നും ഇടയ്ക്കുള്ള ആ ഒരു 700 പോയിന്റിനകത്താണ് ബാങ്ക് നിഫ്റ്റി കളിച്ചിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോഴും ബാങ്ക് നിഫ്റ്റിയിൽ ഈ 52,000
100-ന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീക്കിലി വ്യൂവിൽ പറയുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റിയുടെ ഈ നമ്മുടെ പി യു സി നമ്മൾ എടുക്കണമല്ലോ, വീക്കിലിയുടെ ഒരു പി യു സി എടുക്കുന്ന സമയത്ത് 51,200 പി യു സി വീക്കിലി പി യു സി എന്ന് പറയുമ്പം എന്താണ് 51,255 51,255 ആണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ 2 ആഴ്ചത്തെ വീക്ക്ലി പി യു സി. സോ എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയുന്നു 52,100 അതിന് മുകളിൽ മാത്രമേ ഞാൻ ഇനി ബൈ എടുക്കൂ. 51,100 എന്നെ സംബന്ധിച്ചുള്ള ബാങ്ക് നിഫ്റ്റിയുടെ വീക്കിലി ബുള്ളിഷ് റെഫറൻസ്. വീക്കിലി ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 52,100 അതിന് മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു വീക്കിലി വ്യൂ ആണ്. അപ്പോൾ 52,100 മുകളിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ 52,479 എന്ന് പറഞ്ഞ ഈ ഭാഗത്തേക്കും അതിന് മുകളിൽ 53,000 എന്ന് പറഞ്ഞ ഒരു ഈ ഒരു റേഞ്ചിന്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ എവിടെ വരെ പോവാം? 52,100 മുകളിലാണെങ്കിൽ 52,479 അതാണ് ഫസ്റ്റ് ടാർഗറ്റ്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 53,000 ഇതാണ് നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ്. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് 52,100 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഇതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഇവിടെ വരെ പോകാനുള്ള ഒരു ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് ബുള്ളിഷായുള്ള മൂവ്മെൻറ്റും കൂടുതലാണ്. സോ 52,100 നിൽക്കണം. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 53,000 വരെ പോകാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് കൂടുതലാണ്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 51,000 ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു സപ്പോർട്ടാണ്. സോ എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ 51,000 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബാങ്ക് നിഫ്റ്റിയുടെ ബെയറിഷ് റെഫറൻസ്. സോ ആ ബെയറിഷ് റെഫറൻസിന് താഴെ ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ എന്തുവാണ് ബാങ്ക് നിഫ്റ്റി താഴേക്ക് വരാനുള്ള ചാൻസ് ആണ് കൂടുതൽ. സോ 51,000 താഴെ ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ പി ഒ സി പണ്ടത്തെ പഴയ ഒരു ആഴ്ചയുടെ പി ഒ സി ആയ 50,435 വരെ വരാനും അത് പൊട്ടുകയാണെങ്കിൽ 50,000 എത്രയാണ് 50,435 വരെ വരാനും 50,435 വരെ വരാനും അത് പൊട്ടുകയാണെങ്കിൽ ആശാനെ സംബന്ധിച്ച് എവിടം വരെ പോവാം? അത് പൊട്ടുകയാണെങ്കിൽ അവൻ താഴേക്കായ എവിടം വരെ വരാനുള്ള ചാൻസ് ഈ ഒരു പിയർ 49,327 വരെയാണ് ചാൻസ് കൂടുതലാണ്. 49,327 വരെയുള്ള ചാൻസ് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞ് ഇതാണ് എൻ്റെ ഈ ഒരു മന്തിൻ്റെ ഒരു ബാങ്ക് നിഫ്റ്റിയുടെ ഒരു അനാലിസിസ് പുറത്താണ്. 52,100 മുകളിൽ ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ 52,479 53,000 ഈവൻ അതിന് മുകളിൽ പോകാനുള്ള ചാൻസും കൂടുതലാണ്. ഇല്ല 51,000 പൊട്ടുകയാണെങ്കിൽ 50,435 അത് പൊട്ടി സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ 49,327 വരെ വരാനുള്ള ചാൻസും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. ബാങ്ക് നിഫ്റ്റി പറഞ്ഞ പോലെ തന്നെ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ട ആവശ്യമുണ്ട്. നമുക്കിനി നോക്കേണ്ടത് നിഫ്റ്റി. ഇപ്പോൾ ഞാൻ നിഫ്റ്റി പറഞ്ഞെന്താണ്, നിഫ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞപ്പോൾ നിഫ്റ്റി ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പ് വീക്കായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ച സംഭവിച്ചത്. അതായത് വോളറ്റിലിറ്റി രണ്ട് സൈഡിലും വന്ന വീക്കായിരുന്നു. നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,902 ഭാഗത്താണ്. ഈവൻ ദോ 24,289 വരെയൊക്കെ 300 വരെയൊക്കെ പോയ മാർക്കറ്റാണ് തലേ ദിവസം വ്യാഴാഴ്ച പോയതാണ്. എക്സ്പയറി അങ്ങനെയാണ് ക്ലോസ് ചെയ്തത്. വളരെ മാസീവായിട്ടുള്ള അപ്സൈഡ് എക്സ്പയറി ഒക്കെ ആയിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച. അപ്പം നമ്മളെ ഇത് മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം കഴിഞ്ഞ ആഴ്ചയുടെ അകത്താണ് ഈ ആഴ്ച നിൽക്കുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ അറിയാനാണ് കഴിഞ്ഞ ആഴ്ചത്തെ പ്രൊഫൈൽ ഇതാണ്, അതിന് മുമ്പത്തെ ആഴ്ചത്തെ പ്രൊഫൈൽ ഇതാണ്. അപ്പോൾ ചുരുക്കി 2 ആഴ്ച ഈ പ്രൊഫൈൽ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇതിനൊന്ന് മെർജ് ചെയ്യണം. വേറെ ഒന്നുമില്ല, നമുക്ക് കുറച്ചും കൂടെ ഞാൻ ബാങ്ക് നിഫ്റ്റിക്ക് പറഞ്ഞല്ലോ, ഒരു പ്രൊഫൈലിനെ മെർജ് ചെയ്യുക എന്ന് പറയുന്നത് റേഞ്ചിനെ കണ്ടുപിടിക്കുക എന്ന് പറയും. റേഞ്ച് കണ്ടുപിടിച്ചാൽ എക്സ്റ്റൻഷൻ ബ്രേക്ക്ഔട്ട് വരുന്ന സമയത്ത് നമുക്ക് അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു ട്രേഡറെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യവും അതാണ്. നമുക്ക് എന്താണ് റേഞ്ച് എക്സ്റ്റൻഷനെ കണ്ടുപിടിക്കുക, ഐഡന്റിഫൈ ചെയ്യുക, ഫാൾസ് ആണോ നോക്കുക, ട്രേഡ് ചെയ്യുക. സോ നിഫ്റ്റി ഈ ആഴ്ചത്തെ പി ഒ സി നിൽക്കുന്ന 23,753 ഭാഗത്തും നിഫ്റ്റി ക്ലോസ് ചെയ്യിക്കുന്ന സമയത്ത് 24,902 ഭാഗത്തും. ചുരുക്കി പറഞ്ഞാൽ അടിച്ചിറങ്ങി വന്ന നിഫ്റ്റിയുടെ ആ ഒരു 15-12 ഡിസംബർ മാസം 15-ാം തീയതിക്കുള്ള ആ വീക്കിന്റെ പി ഒ സിയുടെ മുകളിൽ അവൻ ക്ലോസ് ചെയ്തു. ആ ഒരു ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്ന ആ ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 24,200 മുകളിൽ നിഫ്റ്റിക്ക് ബുള്ളിഷ്. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞതാണ് നിഫ്റ്റിയുടെ 25,752 24,200
23,752 നിഫ്റ്റിയുടെ നമ്മുടെ POC. സോ അത് വീക്കിലി POC ഞാൻ അത് വച്ചേക്കാം, അതായത് പേരും കൂടെ വച്ചാലേ നമുക്ക് മനസ്സിലാവും നിങ്ങൾക്ക്. അപ്പോൾ വീക്കിലി POC എന്ന് പറഞ്ഞാൽ 23,752 ആശാന്റെ ബുള്ളിഷ് റെഫറൻസ് ഞാൻ ഇപ്പോഴും പറയാം 24,200 ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 24,200 ബുള്ളിഷ് റെഫറൻസ്. അതിന് മുകളിൽ മാത്രമേ ഞാൻ ഇനി ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ബൈ എങ്ങോട്ട് പോവാം? ആ ബൈക്ക് ഒരു മൊമെന്റം മുകളിലേക്ക് തരാനും ആ തരുന്ന മൊമെന്റം കൊണ്ട് മാർക്കറ്റ് കയറാനും ചാൻസ് ഉണ്ട്. സോ 24,200 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് 24,552 വരെ പോകാം. എത്രയാണ്? ഫസ്റ്റ് ടാർഗറ്റ് 24,552 അതാണ് നിഫ്റ്റി ഫസ്റ്റ് ടാർഗറ്റ്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്തൊരു വീക്കിലി ബേസിസിൽ പറയുകയാണെങ്കിൽ 24,945 ഭാഗത്തേക്ക്, അടുത്ത മുകളിലാണെങ്കിൽ 24,945 ഭാഗത്തേക്ക് നിഫ്റ്റി പോകാനും ഇവൻച്വലി നിങ്ങളൊരു കാര്യം ഓർത്തോളാം, നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ 24,200 മുകളിൽ നിൽക്കുമ്പോൾ ഈ POC അതായത് 25,126 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഒരു കാര്യം ഓർത്തോളാം, 23,500 538 സ്ട്രോങ് സപ്പോർട്ട്. അതിന് താഴെ മാത്രം നിങ്ങൾ സെല്ലിനെ കുറിച്ച് ഇതായിട്ടോ 23,538 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. അതിന് താഴെ മാത്രമേ ഞാൻ നിഫ്റ്റിയിൽ സെല്ല് ചെയ്യുള്ളൂ. ചിലതൊരു പൊസിഷണൽ റിവ്യൂ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് ഏതുവരെ പോവാം? നിങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഏരിയ ആയ പഴയ ഒരു POC ഉണ്ട് 22,790. ഈ POCയുടെ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതൽ. അപ്പോൾ ചുരുക്കി പറയാം എവിടെ വരെ പോവാം? അത് 22,790 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് ഞാൻ പറഞ്ഞത് നിഫ്റ്റി 22,800 വരുമോ അഥവാ 24,126 വരുമോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ആൻസർ ഇതാണ്. ചുരുക്കി പറഞ്ഞാൽ 23,530 താഴെ വീക്കിലി ക്ലോസിംഗ് വരികയാണെങ്കിൽ നിഫ്റ്റിയിലേക്ക് ഈ 22,790 ഭാഗത്തേക്ക് പോകാനും ഇല്ല 24,200 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ 25,146 എത്ര 25,126 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസും വളരെ കൂടുതൽ. അപ്പോൾ ഇതിന് മുകളിൽ ഇങ്ങോട്ട് അടുത്തത് നോക്കുമ്പോൾ അതിന് താഴെ എന്താണ്? അടുത്തതാണെങ്കിൽ അതിന് താഴെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടം വരെ പോവാം. അടുത്ത വരെയാണെങ്കിൽ അടുത്തത് 22,998 അല്ല 22,800 എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് ചുരുക്കി പറഞ്ഞാൽ കൂടുതൽ. ഓർത്തോളുക 24,200 മുകളിലാണെങ്കിൽ 25,126 വരെ പോകാനും 23,588 താഴെയാണെങ്കിൽ താഴേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ബാങ്ക് നിഫ്റ്റിക്കാണെങ്കിൽ ഓർത്തോളം എന്താണ് എത്രയാണ് 52,200 മുകളിലാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് 53,000 വരെ പോകാനും ഈവൻ അതിന് താഴെ പോകാനും ഇല്ല. അതായത് മറ്റേതാണെങ്കിൽ എവിടം വരെ പോകാൻ കൃത്യമായി പറയണമെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് എന്തുവാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു കാര്യം ഓർത്തോളുക 51,000 താഴെ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 40,435 49,400 വരെ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ ഈ വരാൻ പോകുന്ന പ്രീ ബഡ്ജറ്റ് മൂവ്മെന്റ് മാർക്കറ്റ് പ്രീ ബഡ്ജറ്റിന്റെ ആ ഒരു ന്യൂസൊക്കെ മാർക്കറ്റിലേക്ക് വരുന്നു. Q3 റിസൾട്ടുകൾ വരാൻ പോകുന്നു അടുത്ത ആഴ്ച വരുമ്പോൾ. ചുരുക്കി പറഞ്ഞാൽ വളരെ സംഭവ ബഹുലമായ വോളറ്റൈൽ വീക്കാണ് ഇനി വരാൻ പോകുന്നത്. ട്രേഡിങ് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യുക, പ്ലാൻ ചെയ്ത് ട്രേഡ് ചെയ്യുക. കൃത്യമായ രീതിയിൽ നിങ്ങൾ പ്ലാനിങ് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ മേക്ക് ഗുഡ് മണി ഫ്രം ദിസ് മാർക്കറ്റ്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഖേദം പ്രകടിപ്പിക്കുകയാണ്, വീഡിയോ കുറച്ച് ദിവസം ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ദയവേത് ക്ഷമിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ മാർക്കറ്റിലുള്ളതുകൊണ്ട് നമ്മുടെ വീഡിയോസ് കൃത്യമായിട്ട് വരാൻ പോകുന്നു. പിന്നെ എല്ലാവർക്കും ഒരു ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചുള്ള എന്താണ് നമ്മുടെ ഈ ഒരു ഓഫ്ലൈൻ സെഷൻ ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അതിൽ വന്നിരുന്ന് ട്രേഡിംഗ് ചെയ്ത് പഠിക്കണമെന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ ഈ സെറ്റപ്പ് ഫോളോ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ DM the number, I will contact you. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ഞായറാഴ്ച നേർന്നുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണു ഗുപ്തൻ. ടേക്ക് കെയർ ആൻഡ് ഹാപ്പി സൺഡേ ടു ആൾ ഓഫ് യു.